ദേവി എന്ന ദേവതയും കൂട്ടുകാരും വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് മോഹൻ എന്നൊരു എരണം കിട്ടവൻ വന്ന് ദേവിയുടെ തുണിയും മണിയുമെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആ തുണി കാണാതായതും ദേവിക്ക് സ്വർഗത്തിലോട്ട് തിരിച്ചു പോകാൻ പറ്റാതാവുകയാണ്. ആ സമയത്ത് മോഹൻ വന്ന് ഒന്നും അറിയാതെ പോലെ നടിച്ച് നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുവാണ്. അങ്ങനെ അവർ കല്യാണം കഴിച്ച് ഒരാൺകുട്ടിയും 2 പെൺകുട്ടിയും പിറക്കുവാണ്. അങ്ങനെ ഒരു ദിവസം മോഹൻ ഒളിപ്പിച്ചു വെച്ച ആ തുണി ദേവി കണ്ടുപിടിക്കുവാണ്. അപ്പൊ തന്നെ ദേവി അവരുടെ 3 കുട്ടികളെയും കൂട്ടി മേഘത്തിന്റെ പുറത്ത് കയറി സ്വർഗത്തിലോട്ട് പോവാണ്. മോഹൻ അവരെ കുറെ വിളിച്ചെങ്കിലും അവർ മോഹനെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അങ്ങനെ അവൻ ഒരുപാട് വിഷമിച്ച് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരിക്കുവാണ്. അപ്പോഴാണ് ഒരു മാൻ അവന്റെ അടുത്ത് വന്നത്. അതിനെ അവൻ ഓൾറെഡി രക്ഷിച്ചതായിരുന്നു. അത് അവനോടൊരു രഹസ്യം പറഞ്ഞു. അങ്ങനെ നല്ല പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം ആകാശത്തിൽ നിന്ന് ഒരു തൊട്ടി താഴോട്ട് ഇറങ്ങി വരുവാണ്. മോഹൻ അപ്പൊ തന്നെ ഓടിപ്പോയി തൊട്ടി കയറിയിരുന്നു. തൊട്ടി നേരെ ചെന്നെത്തിയത് സ്വർഗത്തിലേക്കായിരുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ ഇരുന്നു. അപ്പോഴാണ് അവന്റെ അമ്മയെ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നത്. സ്വർഗത്തിലെ ഒരു ദിവസം എന്നത് ഭൂമിയിലെ ഒരു വർഷം തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു യൂണിക്കോണിന്റെ പുറത്ത് കയറി അവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മ സന്തോഷത്തോടെ അവന് കഴിക്കാൻ സൂപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തു. എന്നാൽ കുടിക്കുന്നതിന്റെ ഇടയിൽ മോഹന്റെ കൈതട്ടി സൂപ്പ് യൂണിക്കോണിന്റെ പുറത്ത് വീഴുവാണ്. യൂണിക്കോൺ വേദന കൊണ്ട് പറന്ന് തിരിച്ച് സ്വർഗത്തിലോട്ട് തന്നെ പോയി. ആ ദിവസം തൊട്ട് ദിവസവും അവൻ ആകാശത്തോട്ട് അവന്റെ ഭാര്യയും കുടുംബത്തെയും നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് അവൻ ഒരു പൂവൻ കോഴിയായി മാറി. അന്ന് തൊട്ട് അവൻ എല്ലാ ദിവസവും ആകാശത്ത് നോക്കി അതിരാവിലെ കൂക്കി വിളിക്കുമായിരുന്നു. അപ്പൊ എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ആക്കിയിടാനും മറക്കല്ലേ.